അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. തിരുവനന്തപുരം മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്, പറയൂ. സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ചെറിയൊരു ഇടവേള പല ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വീണ്ടും മഴയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും ഇന്നത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പ് കൂടി വരുന്നത്. അതിൽ ഇന്നലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ന്യൂനമർദ്ദം, അതായത് ഒഡീഷ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദം ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അത് കാലവർഷത്തെ സ്വാധീനിക്കും. അതിശക്തമായ മഴ വരുന്ന 5 ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതുപോലെ തന്നെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴയെ, കാലവർഷ പെയ്ത്തിനെ അത് കൂടുതലായും ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതായത് ജനങ്ങളടക്കം ഈ ശക്തമായ മഴ പെയ്യുമ്പോൾ തീവ്രമായ ജാഗ്രത പാലിക്കണം. അത് ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി, കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ജൂൺ 1 വരെയാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ വിലക്ക് കുറച്ചുകൂടി മുന്നോട്ട് നീളാൻ തന്നെയാണ് സാധ്യത. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്. തീരദേശവാസികളടക്കം ജാഗ്രത പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ജില്ലകളിലും ഈ തീരദേശ പ്രദേശങ്ങൾ ഉള്ളവർക്കും കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായും ഉയർന്ന തിരമാലയുടെ ഭാഗമായും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു അതീവ ജാഗ്രത തന്നെ, അതായത് കനത്ത മഴ പെയ്യുമ്പോൾ അതിതീവ്ര ജാഗ്രത വേണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള പല നദികളിലും ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അങ്ങനെ ഇനി വരുന്ന 5 ദിവസം കനത്ത മഴ പെയ്യും. അത് ഈ ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം ഈ കാലവർഷത്തെ സ്വാധീനിക്കുമെന്ന് അറിയുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടത്തും മഴ പെയ്യുന്നുമുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ, അതായത് പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്, 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ഇവിടെയൊക്കെ മഴ ശക്തമാകും. അതിതീവ്ര മഴ തന്നെ പെയ്യും. അത് വടക്കൻ കേരളം കൂടുതലും ശ്രദ്ധ പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ മഴക്കെടുതികളുടെ വാർത്തകൾ മറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടോ മേഘന? അതിൽ പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ സമയത്ത് തന്നെ കനത്ത ഒരു നാശനഷ്ടം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും മിനിയാന്നുമായി പെയ്ത മഴയിൽ അത്ര രീതിയിലൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ നാശനഷ്ടത്തിന്റെ കണക്ക് കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. പക്ഷേ മലയോര മേഖല, തീരദേശ മേഖലയിലൊക്കെ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്നലെയും ഇന്നും പെയ്ത മഴയിൽ അത്തരം രീതിയിലുള്ളൊരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ തന്നെ കനത്ത നാശനഷ്ടം, അത് വേഗതയിൽ 50 മണിക്കൂറിൽ 50-60 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. മരം കടപുഴകി വീണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവായിരുന്നു. ഇന്നലെ രാത്രിയും തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവായിരുന്നു. അതുകൊണ്ട് ഈ നാശനഷ്ട കണക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറുകളിലും മഴ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.